നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ ഹജ്ജ് ചെയ്യാൻ എത്തിയവരിൽ 550-ലേറെ തീർത്ഥാടകർ മരണത്തിന് കീഴടങ്ങിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മരിച്ചവരിൽ അധികവും ഈജിപ്തുകാരാണ് എന്നും അറബ് നിയന്ത്രണ വിദഗ്ധരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കുറഞ്ഞത് 322 ഈജിപ്ത് പൗരന്മാർ മരിച്ചതായാണ് വിവരം ലഭിക്കുന്നത്. എന്നാൽ കണക്കിൽ പെടാത്ത നിരവധി പേർ മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ആൾക്കൂട്ടത്തിനിടയിൽപ്പെട്ട് മരിച്ചവരുണ്ട് എന്ന് ഈജിപ്ഷ്യൻ പ്രതിനിധി പറഞ്ഞു. മക്കയിലെ അൽ മുഐസം പ്രദേശത്തെ ആശുപത്രിയിൽ നിന്ന് ലഭിച്ച കണക്ക് പ്രകാരം 60ഓളം ജോർദാൻ പൗരന്മാർക്കും ജീവൻ നഷ്ടമായിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നായി ഇതുവരെ 577 പേരാണ് മരിച്ചിരിക്കുന്നത്. നിലവിലെ കണക്ക് പ്രകാരം ഈജിപ്തിൽ നിന്നുള്ളവരും ജോർദാനിൽ നിന്നുള്ളവരുമാണ് മരിച്ചവരിൽ ഭൂരിഭാഗം പേരും. കൊടും ചൂട് കാരണം ഗതി കിട്ടാതെ വലയുകയാണ് ഹജ്ജ് തീർത്ഥാടകർ. 51.8 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലാണ് ഇന്നലെ മക്കയിൽ രേഖപ്പെടുത്തിയതെന്ന് സൗദി അറിയിച്ചു. 2000-ലേറെ പേർ ചൂടുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എന്ന് സൗദി അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ കണക്ക് സൗദി ഭരണകൂടം അപ്ഡേറ്റ് ചെയ്യുന്നില്ല. കൂടാതെ മരണത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ലഭ്യമല്ല. ഇതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഹജ്ജ് ചടങ്ങിൽ പങ്കെടുക്കാൻ മണിക്കൂറുകളോളമാണ് തീർത്ഥാടകർ പൊരിവെയിലത്ത് നിൽക്കുന്നത്. ഈ വർഷം 1.8 ദശലക്ഷം തീർത്ഥാടകർ ഹജ്ജിൽ പങ്കെടുത്തു. അതിൽ 1.6 ദശലക്ഷം പേർ വിദേശത്ത് നിന്നുള്ളവരാണ് എന്ന് സൗദി അധികൃതർ അറിയിച്ചിരുന്നു. ഇതിന് പുറമെ 10,000 കണക്കിന് പേരാണ് രജിസ്റ്റർ ചെയ്യാതെ ഹജ്ജിനെത്തുന്നത്. ഇത്തരക്കാർക്ക് അധികൃതർ നൽകുന്ന എയർ കണ്ടീഷൻ സൗകര്യങ്ങൾ ആക്സസ് ചെയ്യാൻ കഴിയാതെയും വരും. ഭക്ഷണവും വെള്ളവും ലഭിച്ചെന്നും വരില്ല. ഇത്തരത്തിലെത്തിയ ഈജിപ്ത് തീർത്ഥാടകരാണ് മരിച്ചവരിൽ ഏറെയും. ഇക്കൊല്ലത്തെ ഹജ്ജ് ബുധനാഴ്ചയോടെ അവസാനിക്കും. 1.8 ദശലക്ഷത്തോളം പേരാണ് ഓരോ വർഷവും ഹജ്ജ് തീർത്ഥാടനത്തിന്റെ ഭാഗമാകുന്നത്. കഴിഞ്ഞ 30 വർഷത്തിനിടെ വിവിധ സാഹചര്യങ്ങളിൽ അകപ്പെട്ട് നിരവധി തീർത്ഥാടകരുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തിരക്കിലും തിക്കിലും പെട്ട് മരിക്കുന്നവരും തീപിടുത്തം, ഉഷ്ണതരംഗം എന്നിവ കാരണം ജീവൻ നഷ്ടപ്പെടുന്നവരുമാണ് ഏറെയും. കഴിഞ്ഞ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ 240 പേർ മരിച്ചിരുന്നു. മരണകാരണം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഇന്തോനേഷ്യയിൽ നിന്നുള്ളവരാണ് മരിച്ചവരിൽ അധികവും. 2000-ലധികം പേർക്ക് ഉഷ്ണതരംഗം മൂലമുള്ള അസ്വസ്ഥതകളും അനുഭവപ്പെട്ടിരുന്നു. ഇസ്ലാമിന്റെ 5 പ്രധാന സ്തംഭങ്ങളിൽ ഒന്ന് ഹജ്ജ്. എല്ലാ മുസ്ലിങ്ങളും ഒരു തവണയെങ്കിലും ഹജ്ജ് നടത്തിയിരിക്കണം എന്നാണ് മതപരമായ നിബന്ധന. മതപരമായ നിബന്ധനകൾ എന്തായാലും ഇപ്പോൾ സൗദി അറേബ്യയെ ബാധിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനമാണ്. കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ച സൗദി പഠനമനുസരിച്ച് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന പ്രദേശത്തെ താപനില ഓരോ ദശാബ്ദത്തിലും 0.4 ഡിഗ്രി സെൽഷ്യസ് വീതമാണ് ഉയരുന്നത്. തിങ്കളാഴ്ച മക്കയിലെ ഗ്രാൻഡ് മോസ്കിൽ 51.8 ഡിഗ്രി സെൽഷ്യസ് എത്തിയതായി സൗദി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു പ്രധാന കാരണം ഫോസിൽ ഇന്ധനങ്ങളാണ്, അതായത് പെട്രോൾ അടക്കമുള്ള എണ്ണ. ഇതാകട്ടെ സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ പ്രധാന വരുമാന മാർഗവുമാണ്. അതുകൊണ്ട് തന്നെ എണ്ണ വേണോ ആത്മീയത വേണോ എന്ന ചോദ്യം മുന്നിൽ വരുമ്പോൾ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിൽ എന്ത് സ്വീകരിക്കുമെന്ന ചോദ്യം പ്രസക്തമാണ്.